ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഐസിങ്ങിന് വേണ്ടിയിട്ടൊരു ക്രീമും ചെയ്യുന്നുണ്ട്, പിന്നെ ചെറിയ രീതിയിലൊരു ഡെക്കറേഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം എന്ന് പറയുന്നത് നമ്മൾ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ അത്രയും ഒരു സോഫ്റ്റ്നെസ് ഇല്ല, കാരണം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തൊക്കെ എടുക്കുന്നതാണല്ലോ. ഇത് നമ്മൾ മിക്സറിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പാലിൻ്റെയും അല്ലെങ്കിൽ ഒരു പനീറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ കടകളും ബേക്കറികളും ഒന്നും തുറക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ. ആദ്യം നമുക്ക് 1/2 ലിറ്റർ പാല് ഒന്ന് ചൂടാക്കണം. തിളപ്പിക്കേണ്ട, ചൂടാക്കിയാൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓരോരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ സ്പൂൺ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പാല് പിരിഞ്ഞ് വരുന്ന കാണാൻ പറ്റും. ഇപ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് വന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് തവി കൊണ്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കളഞ്ഞത്. ഇനി ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നിർത്തി അരച്ചെടുക്കണം നന്നായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു ബൗളിലേക്ക് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്, അതുകൊണ്ട് ഓൾറെഡി നല്ല സോഫ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് ചെയ്തിട്ട് 5 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് ഒന്നും കൂടി അതുപോലെ ബീറ്റ് ചെയ്യണം സ്പൂൺ വെച്ചിട്ട്. അതിനുശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അത് ഓരോ സ്പൂണായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ മിക്സിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ വെള്ളം തന്നെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇനി ഈ മിക്സ് നമ്മുടെ ബട്ടറിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പക്ഷെ ഡിസൈൻ പൂവൊക്കെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറും കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1/2 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം.
ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ഇട്ട് അരിച്ച് അതിനകത്തോട്ടിടാം. ഇതിപ്പം ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങൾ കൂടുതൽ മാവൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി 1/4 കപ്പ് തിളച്ച വെള്ളത്തിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്തതാണിത്. അത് 1/2 ടീസ്പൂൺ കോഫി പൗഡറാണ്, അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിൻ ഓയിൽ ഒഴിച്ചൊന്ന് ഫുള്ള് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തൂടെ മൈദ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും. ഇനി നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുക്കർ ഫുൾ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചേക്കണം. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരടപ്പ് കമഴ്ത്തി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വയ്ക്കുകയോ ചെയ്യാം. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ കേക്ക് ടിൻ അതിനകത്തോട്ട് വയ്ക്കാം. ഇനി കുക്കർ അടച്ചു കൊടുക്കാം. വെയിറ്റ് ഇടരുത്. ഇതിപ്പോൾ എനിക്ക് 40 മിനിറ്റാണ് എടുത്തത് ഈ കേക്ക് വെന്ത് വരാൻ. നിങ്ങളൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. വെന്തോന്ന് ജസ്റ്റ് ടൂത്ത് പിക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ എന്തെങ്കിലും കുത്തി നോക്കണം വെന്തോന്ന്. അത് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 40 മിനിറ്റ്സാണ് എക്സാക്റ്റ് എടുത്തത്. ഇത് കുക്കറിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കേക്ക് പുറത്തെടുത്താൽ മതി. ഇതേ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ക്രീമൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ്ങിലേക്ക് കിടക്കാം. ഞാൻ മുകളിലത്തെ പോർഷനൊന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ. നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കണം. കേക്കിന് ബേസൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു പ്ലേറ്റ് എടുത്ത് കമഴ്ത്തി വെച്ചേക്കുവാണേ. നമുക്ക് ആ ക്രീം എടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയ കേക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു ലെയറേ ചെയ്യുന്നുള്ളൂ കേട്ടോ. വലിയ കേക്കാണെങ്കിൽ നടുക്കുന്ന് മുറിച്ചിട്ട് അകത്തും ഐസിങ്ങൊക്കെ ചെയ്യണം, അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്രീം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ക്രീം സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കാം അങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പോൾ ശരിക്കും 1 ലിറ്റർ പാല് വേണം വലിയൊരു കേക്ക് ചെയ്യാനായിട്ട്. പൂവൊക്കെ കണ്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ കേക്ക് കറക്റ്റ് തിക്നെസ്സാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. എനിക്കിതായിരുന്നു ഏറ്റവും ഡൗട്ട്, പൂ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. ഇവിടെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചു. നമ്മൾ മുകളിൽ നിന്ന് മുറിച്ച് മാറ്റിയ പോർഷൻ ജസ്റ്റ് ജാറിലൊന്ന് ക്രഷ് ചെയ്താണ് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ചെയ്തതൊക്കെ ഒരു കാരണമുണ്ട്. എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഈ മാസം. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഇനി കടയൊന്നും തുറക്കുമെന്ന് അറിയത്തില്ല. കേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ക്രീം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അതിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.